പ്രിയപ്പെട്ടവരെ, കഥകൾ കേട്ടും വായിച്ചും എഴുതിയും മനുഷ്യകുലത്തിൻ്റെ നാനാവിധമായ അവസ്ഥകളിലൂടെ കടന്നുപോയ നാം പുതിയ കാലത്ത് എല്ലാവിധ സൗകര്യങ്ങളും ടെക്നോളജിയിലൂടെ അനുഭവിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ആശങ്കപ്പെടുത്തിക്കൊണ്ട്, ആഹ്ലാദിപ്പിച്ചുകൊണ്ട് നമ്മളുടെ കഥകൾ, നമ്മളുടെ കവിതകൾ, നമ്മളുടെ നോവലുകൾ, എഴുത്തുകൾ, മനുഷ്യൻ്റെ എല്ലാ സർഗാത്മകതയും ഒരു മെഷീനിൽ നിന്ന് കിട്ടുന്ന പുതിയ ഒരു ലോകത്തിലേക്ക്, പുതിയൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. ആ പുതിയ അവസ്ഥയെ എഴുത്തുകാർ എന്നുള്ള നിലയിൽ മലയാളത്തിലെ പ്രശസ്തരായ ബഹുമാനപ്പെട്ട TD, അതുപോലെ മധുശങ്കർ മീനാക്ഷി ഏതൊക്കെ തരത്തിൽ നോക്കിക്കാണുന്നു എന്നുള്ളതിൻ്റെ ആഹ്ലാദവും ആശങ്കയുമാണ് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത്. TDയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. മലയാള നോവലിൽ മറ്റ് ആരെക്കാളും ഈ പുതിയ ടെക്നോളജിയെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയെ പലതരത്തിൽ പല നോവലുകളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ട് നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരനാണ് TD. TDയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മധുശങ്കർ മീനാക്ഷി മലയാളത്തിലെ കവിയും പത്രപ്രവർത്തകനും എഴുത്തുകാരനും ചിന്തകനും കൂടിയാണ്. കവിതയ്ക്കുൾപ്പെടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഒരേ പ്രതലത്തിൽ കവിതയും ചിത്രങ്ങളും വരയ്ക്കുന്ന പ്രതിഭയാണ് മധുശങ്കർ മീനാക്ഷി. തൻ്റെ തൊഴിലിടത്തിൽ താനൊരു പത്രപ്രവർത്തകനാണ്, എന്നാൽ വൈകാരികമായി ഞാനൊരു കവിയാണ് എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ തുറന്നു വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖപുസ്തകത്തിൽ. ഏതായാലും ഈ വലിയ കോലിളക്ക് അല്ലെങ്കിൽ വലിയ തരത്തിൽ ആശങ്കയുള്ള, അത്ഭുതമുള്ള ഒരു AI കാലഘട്ടത്തിൽ നമ്മളുടെ സാഹിത്യവും നമ്മളുടെ എഴുത്തും നമ്മളുടെ ചിന്തയും ഏതൊക്കെ തരത്തിൽ മെഷീനുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ആശങ്കയാണ് പങ്കുവെക്കുന്നത്. ഒരു മിനിറ്റ് സാറേ, എന്തേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഓക്കെ. ഏതൊക്കെ ആശങ്കകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ആദ്യത്തെ ഒരു ചോദ്യം എന്നുള്ള നിലക്ക്, ഈ നിർമ്മിത ബുദ്ധി, നമ്മളുടെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യ സർഗാത്മകതയെ, മനുഷ്യൻ്റെ കഥകളെ, ചിന്തകളെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിക്കുമെന്നുള്ള ഒരു തോന്നൽ ബഹുമാനപ്പെട്ട TDക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും പുതിയ ലോകം അതിനെ കാണുന്നത്, പുതിയ ലോകം അതിനെ സ്വീകരിക്കുന്നത്? നമസ്കാരം. ആദ്യമായിട്ട് കടത്തനാട് സാഹിത്യോത്സവത്തിൽ വീണ്ടും പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോടും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരോടും നന്ദി പറയുകയാണ്. ഇനി ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ, മനുഷ്യവംശത്തിൻ്റെ ചരിത്രമെടുത്താൽ ഈ നിമിഷം വരെ ഏതൊരു പ്രതിബന്ധത്തെയും സാധ്യതയാക്കി മാറ്റുന്ന ഒരു ജന്തു വിഭാഗമായിട്ടാണ് നമ്മളെ കണക്കാക്കുക. ഓരോ കാലത്തും പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ ആ വെല്ലുവിളികളൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ വലിയ ചർച്ചകൾ നടക്കും. ഇപ്പോൾ 90കളിലൊക്കെ നടന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച പുസ്തകങ്ങളുടെ മരണം എന്നായിരുന്നു. ഇനി പുസ്തകങ്ങൾ ഉണ്ടാവില്ല, ദൃശ്യമാധ്യമങ്ങളുടെയും വിവരസാങ്കേതിക വിദ്യയുടെയും വരവോടുകൂടി പുസ്തകങ്ങൾ അപ്രത്യക്ഷമാവും, എഴുത്ത് അല്ലെങ്കിൽ വായന എന്ന് പറയുന്ന ഒന്നും ഇനി ഉണ്ടാകില്ല. ഇതൊക്കെ കേരളത്തിൽ തന്നെ നടന്ന ചർച്ചയാണ്. നമ്മളേറെ ബഹുമാനിക്കുന്ന പല എഴുത്തുകാരും വളരെ ഗൗരവമായിട്ട് അത്തരത്തിലുള്ള ആശങ്കകൾ പങ്കുവെച്ചവരായിട്ടുണ്ട്. ഞാനവരെ കുറ്റമായിട്ട് പറയുന്നതല്ല. പക്ഷേ ആ 90കളിൽ ഉണ്ടായിരുന്ന ആശങ്കകളെ മറികടന്നുകൊണ്ട് 21ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ എഴുത്തും വായനയും ഒക്കെ കുറേയും കൂടെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളുടെ കടന്നു വരവ് അല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യയുടെ കടന്നു വരവ് എഴുത്തിനെ ഇല്ലാതെയാക്കുകയല്ല ചെയ്തത്. മുൻകാലങ്ങളെക്കാൾ കൂടുതൽ എഴുത്തും വായനയും മുമ്പോട്ട് പോയിട്ടുണ്ടെന്ന്. ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് നിർമ്മിക്കുന്നത് മനുഷ്യനാണ്. ഇതുവരെ മനുഷ്യവംശം ആർജിച്ച അറിവിൻ്റെ ആകത്തുകയാണ് ഈ നിർമ്മിത ബുദ്ധിയിലേക്ക് എത്തുന്നത്. അതിനെ വളരെ ലോജിക്കലായിട്ടുള്ള പല പോസിബിലിറ്റീസിലേക്കും പ്രോബബിലിറ്റീസിലേക്കും കൊണ്ടുപോയി പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് എത്തിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. പക്ഷേ മനുഷ്യൻ്റെ സർഗാത്മകത എന്ന് പറയുന്നത് ഇതിനപ്പുറത്ത് മറ്റൊരു തരത്തിലാണ്. ഇത്തരം വെല്ലുവിളികളെയെല്ലാം മറികടക്കാനും
മറികടക്കുക എന്ന് പറഞ്ഞാൽ അതിനെ തന്നെ ഒരു സാധ്യതയാക്കി ഉപയോഗിച്ചുകൊണ്ടാണ്, അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല. ഇപ്പം നമ്മൾ ഇപ്പം ദൃശ്യമാധ്യമങ്ങളുടെയോ അല്ലെങ്കിൽ വിവരസാങ്കേതിക വിദ്യയുടെയോ സാധ്യതകൾ നമ്മുടെ മുമ്പിലേക്ക് വന്ന സമയത്ത് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല എഴുത്ത് മുന്നോട്ട് പോയി. നിലവിലുള്ള സാങ്കേതികമായ എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളുടെയും സാധ്യതകളെ സ്വാംശീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ സർഗാത്മകതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിൻ്റെ സാധ്യതകൾ പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പം നിലനിൽക്കുന്ന രൂപഭാവങ്ങളിലായിരിക്കണമെന്നില്ല. ഇപ്പം നേരത്തെ ഇവിടെ ഇതേ വേദിയിൽ നടന്ന ചർച്ചയിൽ രാംമോഹനൊക്കെ മുന്നോട്ട് വെച്ച ചില ആശയങ്ങൾ, അതിൻ്റെയൊക്കെ മറ്റൊരു തരത്തിൽ നമ്മൾ പുസ്തകത്തിനെക്കുറിച്ച് പഴയ കാലത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണയിലുള്ള പുസ്തകമായിരിക്കില്ല ഈ കാലത്തുണ്ടാകുക. ഇപ്പോൾ എൻ്റെയൊക്കെ മുത്തശ്ശി പണ്ട് പറയുന്ന ഓർമ്മയുണ്ട്, താളിയോലയിൽ എഴുതിയ കൃതികൾ മാത്രമാണ് പൂജിക്കാൻ അർഹമായിട്ടുള്ളത്. അച്ചടി കടലാസിൽ അച്ചടിച്ചാൽ അത് പൂജിക്കാൻ യോഗ്യമല്ല. ആ താളിയോലകളൊക്കെ ഒബ്സലേറ്റായി പോയി അച്ചടിച്ച പുസ്തകം വന്നു, അതും ഒബ്സലേറ്റ് ആകുന്നു. അതിന് പകരം ഈ ബുക്കുകളും ഓഡിയോ ബുക്കുകളും ഒക്കെ ആയിട്ട് വരും. പക്ഷേ അതേ സമയത്ത് തന്നെ ഈ സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് മനുഷ്യൻ്റെ സർഗാത്മകത മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നിപ്പോൾ വെല്ലുവിളി എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ കാര്യത്തിനെ നമ്മളെപ്പോലുള്ള മനുഷ്യർ അതിനെ ഏറ്റവും നല്ല സാധ്യതകളാക്കി ഉപയോഗിച്ച് കൂടുതൽ സർഗാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ്. അപ്പം ഇതിൻ്റെ അപ്പുറത്ത് മനുഷ്യഭാവനയ്ക്ക് പ്രത്യേകിച്ചും കലയിൽ സാഹിത്യത്തിലൊക്കെ യുക്തിയുടെ അപ്പുറത്തേക്കുള്ള ചില എടുത്തുചാട്ടങ്ങളിൽ കൂടിയാണ് പോകാൻ. നിർമ്മിത ബുദ്ധി ലോജിക്കലായിട്ടുള്ള ഒരു പ്ലെയിനിലാണ് പലപ്പോഴും വർക്ക് ചെയ്യുക. അപ്പം അതിലേക്ക് ലഭ്യമായിട്ടുള്ള ആർജിതമായ അറിവിനെ വളരെ ലോജിക്കലായിട്ടുള്ള പല കോമ്പിനേഷൻസ് ഉപയോഗിച്ചിട്ടാണ് പുതിയ തലങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ലോജിക്കുകളുടെ അപ്പുറത്തേക്ക് പലപ്പോഴും വളരെ അസംബന്ധമായിട്ടുള്ള ചിന്തകളിലൂടെയായിരിക്കാം പുതിയ ക്രിയേറ്റിവിറ്റി വരുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. ഞാൻ വൈൽഡ് ഫാൻറ്റസികളുടെ ഒരാളാണ്. ഇപ്പം ഞാൻ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്ന ആളാണ്, റെയിൽവേയിൽ ഗാർഡായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ്. ആ കാലത്ത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കാലമല്ല, ഞാൻ ജോലി ചെയ്തൊരു 90കളുടെയൊക്കെ തുടക്കത്തിലാണ്. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ അത്തരം സൗകര്യമൊന്നും ഇല്ലാത്ത കാലമാണ്. ഗുഡ്സ് വണ്ടിയുടെ ഏറ്റവും പുറകിലുള്ള ബ്രേക്ക് വാൻ എന്ന് പറയുന്നതിൽ യാതൊരു വെള്ളവും വെളിച്ചം ഒന്നുമില്ലാത്ത സ്ഥലം. 10-12 മണിക്കൂർ നേരം നമ്മളതിൽ ഭ്രാന്തമായി ചിന്തിക്കുക എന്നല്ലാതെ യാതൊരു വഴിയില്ല. അക്കാലത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഭ്രാന്തമായ ചിന്ത എന്ന് പറയുന്നത്, ഒരു ദിവസം ഇപ്പോൾ രാത്രിയാവുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു, അടുത്ത ദിവസം കാലത്ത് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അതേ പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് സൂര്യൻ ഉദിച്ചുയർന്നാൽ എങ്ങനെയുണ്ടാവും? ലോജിക്കലല്ല. ഞാൻ അതിന് കണ്ടുപിടിച്ച ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും വലിയൊരു കോസ്മിക് എക്സ്പ്ലോഷൻ നടക്കും. അതിൻ്റെ ബലതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഭൂമി കറങ്ങുന്ന നേരെ റിവേഴ്സായിട്ട് തിരിയാൻ തുടങ്ങും. ഇപ്പോൾ തിരിയുന്നതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരിയാൻ തുടങ്ങും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ കാലം പുറകോട്ട് പോകുമ്പോൾ എന്തായിരിക്കും സംഭവം? കാലം പുറകോട്ട് സഞ്ചരിക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ പ്രായം, അല്ലെങ്കിൽ വിടർന്ന് നിൽക്കുന്ന ഒരു പൂ അല്പം കൂമ്പി മൊട്ടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ 60-65 വയസ്സിലേക്ക് എത്തുന്ന ഞാനിങ്ങനെ വയസ്സെനിക്ക് കുറഞ്ഞ് വീണ്ടും ചെറുപ്പകാലത്തേക്ക് പോകുന്നത്, ഇത്തരത്തിലുള്ള ഇതിനെ യുക്തിപരമായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഇപ്പോൾ കലണ്ടറുകൾ കത്തിച്ച് കളയണം എന്ന് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വൃശ്ചിക മാസത്തിൽ വല്ലാതെ മഴ പെയ്യുമ്പോൾ എനിക്ക് തോന്നുകയാണ്, ഇത് ഒരു കൊല്ലം എന്ന് പറഞ്ഞ് 365 ദിവസം 5 മണിക്കൂർ ഇത്ര മിനിറ്റ് സെക്കൻഡ് എന്ന് പറയുന്നത് വളരെ അബ്സർഡായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് പറയുന്നതിന് ശാസ്ത്രീയമായ ഒരു ന്യായമില്ല. ഭാവനയുടെ ഒരു തരം അബ്സഡേറ്റിക്ക് കൂടെയാണ് നമ്മൾ എത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂമിയും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലം നിശ്ചയിക്കുന്നത് നമ്മൾ ഫിസിക്സിലൊക്കെ എലമെൻ്ററി ഫിസിക്സിൽ പഠിക്കും Gm/d². G, ക്യാപിറ്റൽ G യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ്, ക്യാപിറ്റൽ M സൂര്യൻ്റെ മാസ്, സ്മോൾ m ഭൂമിയുടെ മാസ്, ഡിസ്റ്റൻസ്. ഈ D ഒരു കോൺസ്റ്റൻ്റ് അല്ല, കാരണം നമ്മൾ ഓർബിറ്റിലാണ്. രണ്ടാമത് ഈ ക്യാപിറ്റൽ M എന്ന് പറയുന്ന സൂര്യൻ്റെ മാസ് എവർ ഡിക്രീസിങ് ആണ്. സൂര്യനിൽ മാസ് എനർജി ആയിട്ട് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എനിക്ക് തോന്നി ഓരോ കൊല്ലവും
ഒരു കൊല്ലം ഒരു 365 ദിവസം, അടുത്ത കൊല്ലം 348 ദിവസം, അടുത്ത 371 ദിവസം, അങ്ങനെ ഇക്കൊല്ലം ഒരു 378 ദിവസത്തിൻ്റെ ആയതുകൊണ്ടായിരിക്കാം നമ്മൾ കഷ്ടി തുലാമാസത്തിൽ മഴയുടെ അടുത്തേക്കല്ലേ എത്തിയിട്ടല്ലേ. ഇതൊന്നും ശാസ്ത്രീയമായ ഒരു ന്യായമുള്ള കാര്യമല്ല. ഒരു എഴുത്തുകാരൻ്റെ വേണമെങ്കിൽ ഭ്രാന്തമെന്നോ അസംബന്ധമെന്നോ തോന്നുന്ന ചിന്ത, ഇത്തരം ചിന്തകളിൽ നിന്നാണ് ഞാൻ ആൽഫ എന്ന് പറയുന്ന നോവലിലേക്ക് എത്തുന്നത്. ഇങ്ങനെ ഭ്രാന്തമായ ചിന്തകൾക്ക് നിർമ്മത ബുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്ന ആളെ ഭ്രാന്തമായി ചിന്തിപ്പിക്കാൻ, ചിലപ്പോൾ യുക്തിരഹിതമായിട്ട് ചിന്തിപ്പിക്കാൻ അത്ര എളുപ്പമാകണമെന്നില്ല. ഈ ഭ്രാന്താണ് കലയെ, എഴുത്തുകാരനെ, കലാകാരനെ ഒക്കെ മുന്നോട്ട് നയിക്കുന്നത്. ഇതുള്ളിടത്തോളം കാലം എന്ത് നിർമ്മിത ബുദ്ധി വന്നാലും അതിനപ്പുറത്തേക്കുള്ള ഭ്രാന്തിലേക്ക് നിങ്ങൾ പോവും, എഴുതും, അതിനപ്പുറത്തേക്കും പോവും. ടി ഡി നല്ല കോൺഫിഡൻറ്റിലാണ്. നമ്മളൊക്കെ വിചാരിച്ചത് നിർമ്മിത ബുദ്ധി ഏതെങ്കിലും തരത്തിൽ എഴുത്തുകാരനെ ഭയപ്പെടുത്തുന്നുള്ളതാണ്. പക്ഷേ ഭയമല്ല, അതുകൂടെ ഞങ്ങൾ എന്ത് ചെയ്യാണ് ഒരു അവസരമായി കാണുന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ നിർമ്മിത ബുദ്ധിയിലേക്ക് അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസുകളാണ് എന്ത് ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യുന്നത് നമ്മൾക്ക് കിട്ടുന്നത്. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ ഒരു ഫലസ്തീൻ ഇസ്രായേൽ വിഷയമോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞ് ഒരു കുട്ടി ഒരു പ്രബന്ധത്തിന് വേണ്ടി, ഒരു എസ്സേക്ക് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ഡാറ്റാസുകളെ ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഭരണകൂടത്തിൻ്റെ സ്വാധീനം, ആളുകൾ, ക്ലാസ് ആളുകൾ, ഇവരെയൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുക, ഇത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടാവുക. താഴെത്തടയിലുള്ള ഇപ്പം ടി ഡി പറയുന്നത് പോലുള്ള ഏറ്റവും വേദനിക്കുന്ന ആളുടെ വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ചിലപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഭരണകൂടങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുകയും സത്യമേത് അസത്യമേത് എന്ന് തിരിച്ചറിയാത്ത രീതിയിൽ നമ്മൾ ചിലപ്പോൾ കബളിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഒരു കബളിക്കപ്പെടുന്ന ഒരു സംവിധാനമായി ഈ നിർമ്മിത ബുദ്ധിയുടെ ആശയങ്ങൾ നമ്മളിലേക്ക് എത്തുന്നില്ലേ? അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശങ്ക വിനാഷ് ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ കബളിക്കപ്പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്ന് സർക്കാർ നമുക്കറിയാം വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഒരു പോസ്റ്റ് പോലും, സോഷ്യൽ മീഡിയയിലുള്ള ഒരു പോസ്റ്റ് പോലും പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങളെല്ലാം കവിത എഴുതൂ, കഥ എഴുതൂ, നോവൽ എഴുതൂ എന്ന് പറഞ്ഞാൽ സർക്കാരിന് അത് വളരെ എളുപ്പമാണ്. സർക്കാരിൻ്റെ മുന്നോട്ടുള്ള ഗതിക്ക് എളുപ്പമാണ്. കല എപ്പോഴും സർക്കാരിനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി മാത്രമല്ല ഉണ്ടായത്, സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ കൂടിയാണ് കല ഉണ്ടായത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാടകങ്ങൾ, ശക്തമായ നാടകങ്ങൾ നിരോധിക്കപ്പെട്ടത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ നാടകം എന്തോ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് നമ്മെ ഭരിക്കുന്നവരിൽ. അപ്പം അതാണ് കല. അപ്പം അതുകൊണ്ട് നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പത്രത്തിൽ ഞാൻ മനോരമയിൽ ജോലി ചെയ്യുന്ന കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിത ബുദ്ധിയൊന്നുമില്ല. ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്കലാപ്പാണ് ഇവരെക്കുറിച്ചുള്ള ഒരു ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യുമെന്നുള്ളത്. ഇന്ന് വളരെ എളുപ്പമാണ്. ഇന്ന് നമുക്ക് സെക്കൻഡ് വെച്ചിട്ട് ഡാറ്റ കിട്ടും. ലാസ്റ്റ് നിമിഷത്തിലെ ആ ഡേറ്റും സമയവും മാത്രമേ അതിൽ ചേർക്കേണ്ടതുള്ളൂ. കുറേ തെറ്റുകൾ അതിലുണ്ടാവും. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് മനോരമയായിട്ട് പോലും എത്ര തെറ്റുകൾ വരുന്നു എന്നുള്ളതാണ്. അതിന് കാരണം നിങ്ങൾ ഏതോ ഒരു യന്ത്രത്തെ ആശ്രയിച്ചു കൊണ്ടാണ് ആ റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയ ശതമാനം എഴുതിയത് എന്നുള്ളതാണ് അതിന് ഉത്തരം. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. KR ചുമ്മാറൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് ഒരു 10-20 കൊല്ലത്തെ രാഷ്ട്രീയ രംഗത്തിൽ ആരാണെന്നുള്ളത് കൊല്ലം ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും, എത്ര വോട്ടിന് ജയിച്ചു എന്ന് പറയും. ഇന്നൊരു പത്രക്കാരനും പറയാൻ പറ്റില്ല. അവൻ നോക്കുന്നത് ഡാറ്റയിലേക്കാണ്. ആ ഡാറ്റ ആരോ ഫീഡ് ചെയ്തതാണ്, അതിൽ തെറ്റുണ്ടാകാം. ആ തെറ്റായിരിക്കണം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ കല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ സർഗാത്മകമായൊരു സാധനമാണ്. അത് വായനക്കാരൻ്റെ വായനാസുഖ അല്ലെ വായനാ ചിന്ത. ഇന്ന് ഞാനിട്ടൊരു കവിതയ്ക്ക് കുറച്ച് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ഒരാളിട്ടൊരു ഒരു കമൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ മാഷേ ഇതൊരു 4 രീതിയിൽ വായിക്കാമല്ലോ കവിത എന്നാണ്. 4 അല്ല 400 രീതിയിൽ നമുക്ക് വായിക്കാൻ പറ്റണം. ഒരേ രീതിയിൽ എന്തിനാണ് വായിക്കുന്നത്? ഇപ്പം എന്തുകൊണ്ട് മഹാഭാരതം വെച്ചുകൊണ്ട് നമുക്ക് പുതിയ പുതിയ എഴുത്തുകൾ ഉണ്ടാകുന്നു? എല്ലാവരും മഹാഭാരതത്തിലേക്ക് നോക്കുന്നു. ഇന്നലെ KC-യുടെ മഹാഭാരതം സ്വതന്ത്ര സോഫ്റ്റ്വെയറിൻ്റെ ഒരു ചർച്ച ഉണ്ടായിരുന്നു കോഴിക്കോട്. അപ്പം അവിടെ ഉയർന്നു കേട്ടൊരു കാര്യം അതാണ്, ഒരു വലിയൊരു സാഗരത്തിലേക്ക് നോക്കുകയാണ്. അപ്പം അതിലുള്ള ഏതെങ്കിലും അൺഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ എടുത്തുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്നു. അതുതന്നെയാണ് ആശാൻ ചെയ്തത്. ചിന്താവിഷ്ടയായ സീത എഴുതിയത് അങ്ങനെയാണ്. ആ ചിന്താവിഷ്ടയായ സീത പോലെ ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എഴുതാൻ പറ്റുമോ
എന്നുള്ള കാര്യം സംശയമാണ്. എഴുതുമായിരിക്കും, ഒരു കവിത എഴുതാൻ പ്രയാസമില്ല. അപ്പം ഞാൻ ചിത്രം വരയ്ക്കുന്നത് കൊണ്ട് ഞാനൊരു ചിത്രം, ഒരു കവിതയ്ക്ക് വേണ്ടി ചിത്രം ഞാൻ 2 വട്ടം 3 വട്ടമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട് ഈ ചിത്രം എങ്ങനെയാണ് എന്നുള്ളത്. വരച്ചു തരും, 5 മിനിറ്റ് കൊണ്ട് വരച്ചു തരും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടാൽ ഇത് കൃത്രിമമായിട്ട് നിങ്ങൾ എവിടുന്നോ കൊണ്ടുവന്നതാണെന്നുള്ളത് കാണുന്നവന് മനസ്സിലാകും. എഴുത്തിലും ഈ പ്രശ്നം ഉണ്ടാകും. എഴുത്ത് എന്ന് പറഞ്ഞാൽ വായനക്കാരൻ മാത്രമല്ല, ഞാൻ പോലും എൻ്റെ 2ാമത്തെ നോവല് മരിപ്പാഴി ഞാൻ എഴുതുന്നത് കാശിയിൽ പോകാതെയാണ്. 3-4 ആഴ്ച മുമ്പാണ് ഞാൻ കാശിയിൽ പോകുന്നത്. ഇപ്പോൾ പലരും എന്നോട് പറഞ്ഞു എന്തായാലും അത് കാശിയെ ബേസ് കൊണ്ടുള്ളൊരു നോവലാണെങ്കിൽ, ദളിതരിലൂടെ കാശിയെ കാണുന്ന നോവലാണെങ്കിൽ കാശിയിൽ പോകണം എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. പോവാതിരിക്കാനുള്ള കാരണം പത്രപ്രവർത്തനമായതുകൊണ്ട് അറിയാതൊരു റിപ്പോർട്ടിംഗ് ശൈലി വരും നമ്മുടെ എഴുത്തിൽ. അത് വേണ്ട, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോഴും ചില ചെറിയ കാര്യങ്ങൾക്ക് അന്നത്തെ പലഹാരങ്ങൾ എന്തൊക്കെയായിരുന്നു, അന്നത്തെ പലഹാരങ്ങൾ, ഇതിനൊക്കെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കാശി വളരെ ഡെവലപ്ഡാണെന്നാണ്. പക്ഷെ ഞാൻ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് കാശിയിൽ ഒരു 2-2.5 കിലോമീറ്റർ നമ്മൾ ഗലികളിലൂടെ നടന്നാൽ മാത്രമേ 2024 നമുക്കൊരു ശവം മണികർണിക ഘട്ടിൽ കൊണ്ടുപോയി ദഹിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇതെൻ്റെ ചിന്തയിലുണ്ടായിരുന്നില്ല. ഈ ഒരു ഗൂഗിളിലും അത് പറഞ്ഞിട്ടില്ല, പോകാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഗൂഗിളിലെ സഞ്ചാര പദം നോക്കിയാൽ കാശിയിൽ നേരെ പോയി നമുക്ക് മണികർണിക ഘട്ടിൽ കാറിൽ ഇറങ്ങാമെന്ന് തോന്നും. അങ്ങനെ ഇല്ല 2024. ഇത് എൻ്റെ അത്ഭുതമാണ്. കാരണം ഞാൻ നോവൽ എഴുതിയ ശേഷം ഉള്ള എൻ്റെ ഒരു വല്ലാത്ത അവാച്യമായ അനുഭൂതിയാണ്. 24 ഇങ്ങനെയാണല്ലോ ഈ ലോകം. അവിടെ ദളിതനായ ചണ്ടാളനെ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. തിമോത്തി എന്നാണ് പേര്. എനിക്കറിയാം ഇത് 2024 നമ്മളെ ശ്മശാനങ്ങളൊക്കെ എത്ര മാറിപ്പോയി, നമ്മുടെ ശ്മശാനങ്ങൾ നാട്ടിൽ. പക്ഷെ അവിടെ പോയപ്പോൾ 4 മുളങ്കമ്പിൻ്റെ മുകളിൽ ഒരു വെറുതെ ചാക്ക് ഇട്ടിട്ട് ഒരാൾ മനുഷ്യൻ നിൽക്കുന്നു. കൂടെ വന്ന ഗൈഡ് പറഞ്ഞു, സാർ എഴുതിയ നോവലിലെ ചണ്ടാളൻ്റെ ഏറ്റവും വലിയ ആളാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് നോവൽ എഴുതിയ ആളാണ്. അയാൾ എന്നെ തൊഴുതു. ഞാൻ തളർന്നു പോയി. കാരണം അങ്ങനെ ഒരു സങ്കല്പം ഈ നോവൽ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലില്ല. അതൊരു AI വന്നാൽ പോലും അത് കറക്റ്റ് ചെയ്ത് വരാൻ പറ്റില്ല. ഞാൻ ആലോചിച്ചത് ഈ വിഷയത്തെക്കുറിച്ച് കൽപ്പറ്റ മാഷ് പറഞ്ഞപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എഴുത്തിലല്ല, നിർമ്മിത ബുദ്ധി വായനയിൽ എങ്ങനെ നമ്മൾ കൊണ്ടുവരും എന്നുള്ളതാണ്. വായനയിലൊരു നിർമ്മിത ബുദ്ധി വേണമല്ലോ. ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തോട് പറഞ്ഞു, വടകര പോവുകയാണ്, എന്താണ് കടത്തനാടൻ ഫസ്റ്റ്, എന്താണ് സംഭവം? ഞാൻ പറഞ്ഞു TD രാമകൃഷ്ണനൊക്കെ ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ്. ആരാണ് TD രാമകൃഷ്ണൻ എന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അറിഞ്ഞുകൂടെ, ഫ്രാൻസിസ് എട്ടിക്കോര, ആണ്ടാൾ ദേവനായകി, ഇത്രയും പേരുണ്ടോ ചർച്ചയിൽ എന്നാണ് അയാൾ വീണ്ടും ചോദിച്ചത്. അപ്പം അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ കൂടുതലുള്ളത്. ഇപ്പം നമ്മൾ വായന എന്നൊക്കെ പറയുമ്പോൾ ആ വായനയിലേക്ക് ആഴത്തിൽ പോകുന്ന എത്ര ആളുകളുണ്ട്? 2-3 പേജ് വായിച്ചിട്ട് നോവലിൻ്റെ ഒരു പുറം മാത്രം വായിച്ചിട്ട്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലർബ് മാത്രം വായിച്ചിട്ട് ഇതാണ് കൃതി എന്ന് പറഞ്ഞു പോകുന്നൊരു കാലമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിന് കാരണമുണ്ട്, സമയക്കുറവാണ്, എല്ലാത്തിനും ഒക്കെ ഉണ്ട്. എങ്കിൽ പോലും ഒരു ശ്രദ്ധേയമായൊരു കൃതി നമ്മൾ ആ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ ഇപ്പോഴും? കഴിഞ്ഞ ദിവസം വന്നത് M. മുകുന്ദനാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, പത്രത്തിൽ കാണാം. നമ്മൾ പുനത്തിൽ കുഞ്ഞുങ്ങളെ വേണ്ട പോലെ നമ്മൾ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായിരുന്നു ഹെഡിങ്. എന്തുകൊണ്ട് പുനത്തിൽ കുഞ്ഞുങ്ങളെ വായിച്ചില്ല? 24-ലല്ല, എത്രയോ വർഷം മുമ്പാണ്. അന്ന് നമുക്ക് വായിക്കാൻ ഇന്നത്തെ തിരക്കില്ല. എന്നിട്ട് പോലും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൃതികൾ ആ രീതിയിൽ മലയാളം വായിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ വായന തന്നെയാണ് നമുക്ക് വേണ്ടത്. ആധുനികമായ കാര്യങ്ങളൊക്കെ വരും, പക്ഷേ അതിനൊക്കെ പരിമിതി ഉണ്ടാവും. മനോരമയിൽ ജോയിൻ ചെയ്ത സമയത്താണ് പേജർ വരുന്നത്, ഫോണില്ല. ഒരു വർഷമേ പേജർ നിന്നിട്ടുള്ളൂ. BPLൻ്റെ പേജറും കൊണ്ടാണ് തലശ്ശേരി RSS സംഘടന റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് വിളിക്കാൻ പറ്റൂല, ഒരു മെസ്സേജ് വായിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഒരു മെസ്സേജ് അയക്കാനും പറ്റും. ഒരു വർഷം കൊണ്ടത് കാലഹരണപ്പെട്ടു പോയി. എത്ര നമ്മളെ വീട്ടിലുള്ള, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല പഴയ റേഡിയോ ഒക്കെ നമ്മൾ ആർക്കൊക്കെയോ എടുത്തു കൊടുത്ത്, കാസറ്റ്, CD, ബ്ലൂറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനം വന്നു. അതൊക്കെ ഇവിടെ പോയി. അതെല്ലാം മറഞ്ഞു പോയി. ഇപ്പം ഈ ഒരു യന്ത്രവൽക്കരണത്തിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വേഗം പഴകും. മനുഷ്യൻ്റെ ബുദ്ധി വളരെ വേഗം പഴകില്ല. ഇപ്പം നമ്മൾ ഒരു 80 വയസ്സായി കഴിഞ്ഞാലും എഴുതുന്ന ആളുകളില്ലേ. ശ്രീ രാധാകൃഷ്ണനാണ് കമ്പ്യൂട്ടറിൽ ആദ്യമായിട്ട് നോവൽ എഴുതിയതെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക്. ശ്രീ രാധാകൃഷ്ണൻ കമ്പ്യൂട്ടറിൽ നോവൽ എഴുതുന്നു, അത്ഭുതമാണ്. ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മനോരമയിൽ കമ്പ്യൂട്ടർ രജിസ്ട്രേഷൻ നടപ്പാക്കിയിട്ടില്ല. എല്ലാ പത്രക്കാരും കൈകൊണ്ടാണ് എഴുതുന്നത്.
ഞാൻ ചെന്ന മാസമാണ് പറയുന്നത് നിങ്ങൾ കമ്പ്യൂട്ടർ പഠിക്കണം. പലരും തിരിഞ്ഞു നിന്നു. ഇപ്പോൾ കമ്പനി മനോരമ ആയതുകൊണ്ട് മനോരമ പറഞ്ഞു കമ്പ്യൂട്ടർ പഠിക്കുന്നവർക്ക് 2 ശമ്പളം, ഇരട്ടി ശമ്പളം. അപ്പോൾ എല്ലാവരും വന്നു. ഒരു 2 മാസത്തെ ശമ്പളം കിട്ടും 1 മാസം വർക്ക് ചെയ്താൽ. 6 മാസം കൊണ്ട് എല്ലാവരും കമ്പ്യൂട്ടർ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ 1 മാസത്തെ ശമ്പളമായി. അത് വേറെ കാര്യം. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇത് വരും, വളരെ പെട്ടെന്ന് വരും. വളരെ വൈകിയാണ് വന്നത്. കോഴിക്കോട് പത്രത്തിൽ കേരള കൗമുദിയിലായിരുന്നു ആദ്യം ഫോട്ടോ കമ്പോസിങ്ങും ആധുനികമായ മറ്റ് സംവിധാനവും വന്നത്. മനോരമയിലോ മാതൃഭൂമിയിലോ അല്ല. ആ കേരള കൗമുദി എന്ന് എവിടെയാണ് ഉള്ളത്? ഒരു കേരള കൗമുദിയുടെ ഒരു പത്രം നിങ്ങളൊന്നും ഇവിടെ കാണിച്ചു തരുമോ? ഇല്ല. അപ്പം എവിടെയാണ് നമ്മുടെ പ്രശ്നം? ഏറ്റവും ആധുനികമായ കാര്യം കൊണ്ടുവന്ന കേരള കൗമുദി നമ്മുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു. നമ്മളിപ്പോഴും മനോരമയും മാതൃഭൂമിയും വായിക്കുന്നു, അല്ലെങ്കിൽ മാധ്യമം വായിക്കുന്നു. അപ്പം ആധുനികത കൊണ്ടുവന്ന ഒരു പത്രസ്ഥാപനം വാനിഷായി പോവുകയും അല്ലാതെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന, നിങ്ങളെ ഇക്കിളി ഒട്ടും ആഴത്തിൽ സ്പർശിക്കാത്ത ചില പുസ്തകങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള അംഗീകാരം കിട്ടിയത് കണ്ടു. അപ്പോൾ ഈ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അർഹിക്കാത്ത ചില സെൻസേഷൻസ് പുസ്തകങ്ങൾ കൊടുക്കുന്നത് ശരിക്കും പ്രസാദകരല്ലേ? ഇല്ല, പുസ്തകം പ്രസാധകരെ സംബന്ധിച്ചിടത്തോളം വിൽക്കാനുള്ളൊരു പ്രൊഡക്റ്റാണ്. മറ്റ് എന്തിനെ പോലെ കച്ചവട ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ വിൽപ്പനയ്ക്ക് വേണ്ട എല്ലാ തന്ത്രങ്ങളും അതിൽ ഉപയോഗിക്കും. മറ്റേതൊരു പ്രൊഡക്റ്റും പോലെ വിൽക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് ഇത് മാറില്ല. അപ്പം അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പം ചോദിച്ചത്. അതിപ്പോൾ എയുടെ സാധ്യത സെയിൽസിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന കാലമാണ്. പുസ്തകത്തിൽ മാത്രമല്ല സംഭവിക്കുക, എല്ലാ കാര്യത്തിനും സംഭവിക്കും. പുസ്തകത്തിനും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കില്ല. മറ്റേ ഏതൊരു കലാപ്രവർത്തനവും ഇന്നത്തെ ഒരു കാലത്ത് അത് സ്വാഭാവികമായ ഒരു കച്ചവടത്തിൻ്റെയും കൂടി ഒരു അംശം അതിൽ പേറുന്നുണ്ട്. അതൊന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നുണ്ടാകുന്നത്. ചില സമയത്ത് നേരത്തെ ഈ ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നതൊക്കെ വളരെ ആപേക്ഷികമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്നത് ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ കൂടുതൽ ആളുകളത് വാങ്ങുന്നതും വായിക്കുന്നതും ഈ ഒരു കാരണം കൊണ്ട് മാത്രമാവുന്നില്ല. ചിലപ്പോൾ അവരുടെ ഒരു സംവേദന രീതിയോട് ചേർന്ന് നിൽക്കുന്ന പുസ്തകങ്ങളായതുകൊണ്ടാകാം. വെറുതെ മാർക്കറ്റിംഗ് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകാവുന്ന ഒരു കാര്യമാണ് പുസ്തകം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഈ വാങ്ങുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഏറ്റവും പുതിയ കാലത്തെ തലമുറയുടെ സെൻസിബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇതിന് മുമ്പേ വരുന്ന ഒരു തലമുറയിലുള്ള ആളുകളുടെ സെൻസിബിലിറ്റി ആയിട്ടും വ്യത്യാസം വരും. ഇത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ കാലത്തിലും സംവേദനശീലത്തിൽ, വായനാശീലത്തിൽ ഒക്കെ മനുഷ്യനെ സംബന്ധിക്കുന്ന സകല കാര്യങ്ങളിലും മാറ്റം വരുന്നുണ്ട്. അതനുസരിച്ച് വരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ എല്ലാ കാലത്തും ഇങ്ങനെ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അയ്യോ ഇതൊക്കെ വളരെ മോശമായി പോകുന്നു എന്നുള്ള ആകുലത ഇതിന് മുമ്പുള്ള ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. മഹാകാവ്യത്തിൽ നിന്ന് ഖണ്ഡകാവ്യം വരുമ്പോൾ സഹിക്കാൻ വയ്യാതെയായവരും അതിൽ നിന്ന് തിരിച്ച് മാറുമ്പോഴൊക്കെ ഇതൊക്കെ ഓരോ ഘട്ടത്തിൽ നമ്മളൊക്കെ പല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഇട്ടിക്കോരയൊക്കെ വന്ന് 2009 വന്ന സമയത്ത് ഇത് മലയാള സാഹിത്യത്തിന് വലിയൊരു അപകടമാണെന്ന് ഞാനൊക്കെ ഏറെ ബഹുമാനിച്ച് ആരാധിക്കുന്ന എഴുത്തുകാർ വേദിയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. നമുക്കത് കേട്ടിട്ട് പ്രത്യേകിച്ച് വിഷമൊന്നും തോന്നിയിട്ടില്ല. നോവൽ അതിൻ്റെ വഴിക്ക് പോവും, അവരുടെ ആങ്സൈറ്റി അവർ പങ്കുവെക്കുന്നത് നാച്ചുറലാണ്. ഇവർ നോർമലായി പോകുന്ന ഒരു വഴിയിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ വരുമ്പോൾ അതുവരെ നിലനിൽക്കുന്ന ബോധ്യങ്ങളുമായി ഉറച്ചു പോയ ആളുകൾ ഇതിനെപ്പറ്റി വലിയ ആശങ്കകൾ പങ്കുവെക്കും. ഈ ആശങ്ക പങ്കുവെച്ച് നിൽക്കുന്നവരവിടെ നിൽക്കും, ലോകം മുമ്പോട്ട് പോവും. അതാണ് സംഭവം. ഒരാൾക്ക് കൂടെ സമയം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഉണ്ടായിരുന്നു? ഹലോ, യമു എന്നൊരു കഥയുണ്ട്. പ്രസംഗം എന്ന കഥയുടെ പേര്. കഥാകൃത്ത് രാത്രി ഭാര്യയെ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കഥകിന് മുട്ടിയതൊരു പ്രാസംഗികനാണ്. പണ്ട് അയാൾ മരത്തിൻ്റെ വീട്ടിൽ പ്രസംഗിക്കുമ്പോൾ ആൾക്കൂട്ടം നിറയെ ആളുകളാണ്. പിന്നെ ഉച്ചഭാഷി വന്നപ്പോഴും പിന്നെ ആളുകളില്ല. അപ്പം ഈ സാമൂഹ്യ പ്രശ്നങ്ങൾ സഹൃദയിലെത്തിക്കണം. അതിന് അയാൾ കണ്ടത് ഈ ഏറ്റവും പ്രണയിക്കുന്ന ഘട്ടത്തിലെങ്കിലും ഇപ്പോൾ ഒന്നിടെ കഥക് തുറന്നു നോക്കുമ്പോൾ പ്രാസംഗികന പരിചയമുള്ള ആളാണ്, വർഷങ്ങളായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്.
എന്താ വന്നെന്ന് വെച്ച്, നിങ്ങൾ അണുസ്ഫോടനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ ദാരിദ്ര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുറേ ചോദ്യങ്ങൾ ചോദിക്കാം. അങ്ങനെ അടുത്ത വീട്ടിലേക്ക് ലൈറ്റ് കളിയുന്നു, അടുത്ത വീട്ടിൽ ലൈറ്റ് കളിയുന്നു, അങ്ങനെ കഥ അവസാനിക്കുന്നത്. ഞാൻ ചോദിച്ചു വരുന്നത്, സംവേദനത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എഴുത്തുകാരനെ കൊണ്ട് എന്താ പ്രയോജനം? പ്രമോദല്ലേ ചോദിച്ച്? ചോദ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രമോദ് തന്നെയാണ് ചോദിച്ചതെന്നുള്ളത്. എഴുത്തുകാരനെ കൊണ്ട് മാത്രമല്ല, ലോകത്തിൽ ഒരാളെ കൊണ്ട് ഒരു പ്രയോജനവും സത്യത്തിലില്ല. ഇത് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കുന്നൊരു സാധനമാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു കവിത എഴുതിയപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അന്ന് ആ കവിത ഏറ്റവും കൂടുതൽ പേര് വായിച്ച് കമൻ്റ് ഇട്ട കവിതയാണ്. അപ്പോൾ അതിലൊരു കമൻ്റ് എഴുതി, മാഷ് ഈ ഇല്ലായ്മകളെക്കുറിച്ച് ചില കയ്പനുഭവങ്ങൾ എന്നാണ് കവിതയുടെ പേര്. അപ്പം മാഷക്ക് കയ്പനുഭവങ്ങളൊന്നും ഇല്ലല്ലോ, കയ്പനുഭവങ്ങളൊന്നും ഇല്ലാത്ത മാഷ് ശരിക്ക് കയ്പനുഭവങ്ങൾ ഉള്ള ആളുകളെ തള്ളിപ്പറയല്ലേ ഈ കവിതയിൽ ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു, അല്ല എനിക്ക് അനുഭവങ്ങളില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാവർക്കും ഉണ്ട്, എല്ലാം. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ അനുഭവങ്ങളും ഉണ്ട്, എല്ലാ തള്ളിപ്പറച്ചിലുകളും ഒക്കെ ഉണ്ട്. അതാണ് മനുഷ്യൻ എന്നുള്ളത്. ഇപ്പം നമ്മൾ വിചാരിക്കും ഒരാളെ കൊണ്ട് എന്താ ഉപകാരം എന്ന് പറയുമ്പോൾ ആരാ പറയുന്നത്? അവിടെ 2 ആളുണ്ടാവണം. ശരിക്ക് നമ്മൾ ഒരാൾ മാത്രമാണ്. അങ്ങനെ ചിന്തിക്കുക, ഒരാളാണ്, നമ്മൾ ഒരാളാണ്. അപ്പം നമ്മൾ എപ്പോഴും അയൽക്കാരനെ കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാവുന്നു എന്നുള്ള രീതിയിൽ അയൽപ്പക്കത്തേക്ക് നോക്കുന്നത്. അങ്ങനെയല്ല, അത് നിങ്ങളുടെ വീടാണ്, നിങ്ങളാണ്. നമ്മിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ വായനയും അങ്ങനെ തന്നെയാണ്. വായനയിലും എഴുത്തുകാരൻ വായിക്കുന്നുണ്ടെങ്കിൽ പോലും ആ വായനയിലൂടെ നമ്മിലേക്ക് നോക്കണ്ടേ. നമ്മൾ വൈലോപ്പിള്ളിയുടെ മാമ്പഴം വായിച്ചിട്ട് കരഞ്ഞൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇന്നത്തെ കുട്ടികൾ മാമ്പഴം ആ കവിത വായിച്ചിട്ട് കരയോ? കാരണം ദിവസം മാമ്പഴം വീട്ടിൽ വാങ്ങിക്കൊണ്ടിരുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. അന്ന് മാമ്പഴം ഇല്ലാത്ത കാലമാണ്. അപ്പം ആ ഒരു കാലം മാറുന്നതനുസരിച്ചിട്ടുള്ളൊരു വ്യത്യാസം മനുഷ്യനുണ്ട്. അപ്പം ഞാൻ പറയുന്നത്, ഒരു എഴുത്തുകാരൻ എല്ലാത്തിനും ഉത്തരം പറയാൻ ബാധ്യസ്ഥനൊന്നുമല്ല. എല്ലാത്തിനും എഴുത്തുകാരൻ ഉത്തരം പറയുക, എല്ലാത്തിനും എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിക്കാറുണ്ട്. നിങ്ങളെന്താ അതിന് പ്രതികരിക്കാത്തത്? പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ 2 രീതിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം. പക്ഷേ ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകത എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവൻ്റെ സുഖമാണ്. അവൻ എഴുതുന്നത് അവൻ്റെ സുഖത്തിന് വേണ്ടിയാണ്. അത് പ്രസാധകൻ അടിച്ച് വിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവൻ്റെ ഉന്മാദത്തിന് വേണ്ടിയിട്ടോ അവൻ്റെ അടയാളപ്പെടുത്തലിന് വേണ്ടിയിട്ടോ മാത്രം എഴുതി വെക്കുന്ന സാധനമാണ്. ഇന്ന് നമ്മളതൊക്കെ പബ്ലിഷ് ചെയ്യുന്നു, ഒരുപാട് കൃതികൾ ഉണ്ടാകുന്നു. നമ്മൾ എന്നിട്ട് പറയുന്നു ഇതിന് വേറൊരു അർത്ഥമാണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ബാലേന്ദ്രൻ ചുള്ളിക്കാട് 18 കവിതകളുമായിട്ട് ആർട്സ് കോളേജിൽ വന്ന കാലം എനിക്ക് ഓർമ്മയുണ്ട്. ആ പുസ്തകം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അതൊരു ബുക്കല്ല, ഒരു A4 ഷീറ്റിനെക്കാട്ടും വലിപ്പമുള്ളൊരു ഷീറ്റിൽ അടിച്ചിട്ട് മുകളിൽ 18 കവിതകളിൽ നിന്ന് കൈകൊണ്ട് എഴുതിയൊരു സാധനമാണ് അതിൻ്റെ ആദ്യത്തെ കോപ്പി. ആ കോപ്പി വാങ്ങിയവരാണ് ഞങ്ങളൊക്കെ. അന്ന് ഇത് പുസ്തകം എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ വാങ്ങുന്നത്. TVSൻ്റെ ബാലകൃഷ്ണമാരാർ ഒരു ചെറിയ കാറിലായിരുന്നു അന്ന് ടെക്സ്റ്റ് ബുക്കുകൾ കൊണ്ടുവന്നത്. കോളേജിൻ്റെ പഠിക്കൽ നിർത്തുമായിരുന്നു. അതായിരുന്നു അന്ന് കുട്ടികളുടെ വായനാ ലോകം. ഇന്നതല്ലല്ലോ. ഏറ്റവും വലിയ ലൈബ്രറി നമുക്കറിയാം ഫറൂഖ് കോളേജിൽ വന്നിരിക്കുന്നു. കോടികളെ കൊണ്ടുള്ളൊരു ലൈബ്രറി ഉണ്ടായിരിക്കുന്നു. അപ്പം ഈ ലൈബ്രറിയിൽ പുസ്തകങ്ങളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ വായിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. എത്ര ആഴത്തിൽ വായിക്കുന്നു, നിങ്ങളെ കാണുന്നുണ്ടോ? വായനയിൽ നമ്മളെ കണ്ടാൽ മാത്രമേ നമുക്ക് ആ എഴുത്തുകാരനോട് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലാത്തതൊന്നും എഴുത്തല്ല. അപ്പം നിങ്ങൾക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഇപ്പം എനിക്ക് തോന്നുന്നത് മഹാഭാരതത്തിന് ഇത്രയും ചെറിയ പുസ്തകങ്ങൾ, വ്യാഖ്യാനങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ മഹാഭാരതത്തിലെ കഥകളോട് നമുക്ക് ഇപ്പോഴും ചേർന്ന് നിൽക്കാൻ പറ്റുന്നു എന്നാണ്. എന്തുകൊണ്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്നു? അതിൽ പറഞ്ഞത് യുദ്ധം നല്ല കാര്യമല്ല, പ്രണയത്തെക്കുറിച്ചല്ല പറയുന്നത്, യുദ്ധത്തെക്കുറിച്ചാണ്, സഹോദരന്മാരെ ഇല്ലാതാക്കേണ്ടതിനെ കുറിച്ചാണ്. നമ്മൾ അപ്പോഴും അതിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ നമുക്കെന്തോ പ്രശ്നമില്ലേ? പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു കാര്യമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എഴുത്തുകാരന് ഒരു കൃത്യമായൊരു സാധനമില്ല. പറയട്ടെ സാറേ, കഴിയില്ലേ? നമ്മളെ
നമ്മുടെ സമയം ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. ഏതായാലും വളരെ നല്ലൊരു സെഷനായിരുന്നു. നമ്മുടെ സാങ്കേതികവിദ്യ എത്ര വളർന്നാലും ഏതൊക്കെ ടെക്നോളജി വികസിച്ചാലും നമ്മളുടെ ഈ കൂടിയിരിപ്പുകളുടെ ഈ വായനയുടെ സർഗാത്മകതയുടെ വസന്തം ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതിൻ്റെ തീർച്ചപ്പെടുത്തലുകളാണ്, ബോധ്യമാണ് ഈ സെഷൻ നൽകുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.